കരിയിലക്കുളങ്ങര ശ്രീ കൈലാസപുരം ശിവക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ രണ്ടാം ദിനം സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ പ്രഭാഷണം നടത്തി. ഭക്തിയും വിമോചനവും എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം. കരിയിലക്കുളങ്ങര കൈലാസപുരം ശിവക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ രണ്ടാം ദിവസം ഹരിനാമ കീർത്തനം, ഗണപതി ഹോമം, ഗ്രന്ഥനമസ്കാരം എന്നിവ നടന്നു. തുടർന്ന് ഭാഗവത പാരായണം ഉണ്ടായി. ഇതിനുശേഷം പ്രഭാഷണം, അന്നദാനം എന്നിവയും നടന്നു. ഭക്തിയും വിമോചനവും എന്ന വിഷയത്തിൽ സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ പ്രഭാഷണം നടത്തി. നാരദ ഭക്തിസൂത്രം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കൃതിയുണ്ട്. നാരദ ഭക്തിസൂത്രത്തിൽ പറയുന്നത് ഭക്തിയെ നാരദ ഭക്തിസൂത്രം നിർവചിക്കുന്നു. നാരദ ഭക്തിസൂത്രം ഭക്തിയെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: അനിർവചനീയം പ്രേമസ്വരൂപം. എന്താണ് ഭക്തി എന്ന് നാരദ ഭക്തിസൂത്രം നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: അനിർവചനീയം പ്രേമസ്വരൂപം. അനിർവചനീയമായ, വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത, വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ കഴിയാത്ത ഒന്നിന്റെ പേരാണ് ഭക്തി എന്നാണ് നാരദ ഭക്തിസൂത്രം പറയുന്നത്. എന്താണ് ഈ അനിർവചനീയമായ പ്രേമം? നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റുള്ളവരെ കാണാത്ത അവസ്ഥയുടെ പേരാണ്. ഈശാവാസ്യോപനിഷത്തിൽ പറയുമല്ലോ, ഈശാവാസ്യമിദം സർവം യത്കിഞ്ചിത് ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീത മാതൃതക്കസ്യ സിദ്ധനം. നാരായണ ഗുരു അതിനെ തർജ്ജമ ചെയ്തു: ഈശൻ ജഗത്തിങ്കലെല്ലാം ആവസിക്കുന്നത് കൊണ്ടു നീ ചരിക്കമുക്തനായി ആശിക്കരുത് ആരുടെയും ധനം. തുടർന്ന് യജ്ഞശാലയിൽ സമൂഹ പ്രാർത്ഥന, ഭജന, ദീപാരാധന, മംഗളാരതി എന്നിവയും നടന്നു. ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.